ഹായ് ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ സിൻഷിഫ ഗസ്നം ഫ്രം തിരൂർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടുമായിട്ടാണ് കേട്ടോ. അത് നെറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. സോ ഫസ്റ്റ് ഫേസ് വാഷ്. ഞാൻ എത്തിക്ലോടെ സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫേസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണർ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദ ഓർഡിനറിയുടെ ഗൈക്കോളിക് ടോണറാണ്. എല്ലാവർക്കും അറിയാം, ഗൈക്കോളിക് ടോണർ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്, അതുപോലെ നമ്മുടെ കൈമുട്ടിലുണ്ടാവുന്ന ബ്ലാക്ക് കളർ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് കഫിയുടെ ഐ പാച്ചസ് വെച്ച് കൊടുക്കുകയാണ്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, പഫിനെസ്, അതുപോലെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐ പാച്ചസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഞാനൊരു 15 മിനിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള സമയമുണ്ട് കേട്ടോ. നോട്ട്സ് എഴുതാനുണ്ടെങ്കിൽ അത് ചെയ്യാം, വെള്ളം കുടിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകം ഞാൻ പോയി ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ എപ്പോഴും സ്ക്രീനിൽ നോക്കിയിട്ടാവട്ടെ, ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ടി വി കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ, മൊബൈലിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണിന് തീരെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഗൈക്കോളിക്കിൻ്റെ തന്നെ നൈറ്റ് ക്രീമാണ് എടുക്കുന്നത്. 6% ക്രീമാണ് എടുക്കുന്നത്. ഇതും ഫേസിലെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാനും പാടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഒരു വൈറ്റമിൻ C+E ആണ്. നമുക്ക് അധികം വൈറ്റമിൻസും കാര്യങ്ങളൊന്നും സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയെങ്കിലും നമ്മളത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് ഫേസ് ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതൊരു കാര്യം അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ കാര്യങ്ങളൊക്കെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അധികം ആൾക്കാരും ഫേസിൽ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. അത് നമ്മളൊരു മസാജ് കൊടുക്കാനോ കാര്യങ്ങളോ ശ്രദ്ധിക്കാറില്ല. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലിപ്സ് ലൈറ്റിൻ്റെ ലിപ് ക്രീമാണ്. ഇത് ലിപ്പിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഓൾറെഡി ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് എല്ലാവർക്കും ആപ്റ്റ് ആവണമെന്നില്ല. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത് അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ബോഡി ലോഷനാണ്. അത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ ലോഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പിങ്ക് കളർ ഷെയ്ഡുള്ളത് മാത്രമാണ് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേത് അത്ര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.